ഹായ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്റർ, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. BCE 6ാം നൂറ്റാണ്ട് ലോകചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് 6ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടം ആവാൻ കാരണം എന്തായിരുന്നു? കാരണം ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, അതുപോലെ ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ് തുടങ്ങിയ ആളുകൾ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലഘട്ടമായിരുന്നു ഈ 6ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാതടത്തിലായിരുന്നു. അപ്പോൾ കുറേ ആശയങ്ങൾ രൂപം കൊണ്ട നൂറ്റാണ്ട് 6ാം നൂറ്റാണ്ട്. ഈ ആശയങ്ങൾ അധികവും രൂപം കൊണ്ടത് ഗംഗാതടത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് ഗംഗാതടത്തിൽ ആശയങ്ങൾ രൂപം കൊള്ളാനുള്ള കാരണം? പറയുന്നത് ഗംഗാതടത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഗംഗാതടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗംഗാതടമായിരുന്നു പുതിയ ആശയങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ജൈനമതത്തെക്കുറിച്ചാണ്. തീർത്ഥങ്കരന്മാരെന്ന് പറഞ്ഞാൽ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ. അതായത് ജൈനമതം പ്രചരിപ്പിക്കാനെത്തുന്ന ആളുകളെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുക. അതായത് പ്രവാചകന്മാർ എന്നൊക്കെ പറയൂലേ, അതുപോലെ. അപ്പോൾ ജൈനമതം പ്രചരിപ്പിക്കാൻ വന്ന പ്രവാചകന്മാർ അല്ലെങ്കിൽ ആളുകളാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത്. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. അതിൽ 1ാമത്തെ തീർത്ഥങ്കരൻ്റെ പേരെന്ന് പറയുന്നത് ഋഷഭദേവൻ എന്നാണ്. 23ാമത്തെ തീർത്ഥങ്കരൻ്റെ പേരാണ് പാർശ്വനാഥൻ എന്ന് പറയുന്നത്. അതുപോലെ 24ാമത്തെ, അതായത് അവസാനത്തെ തീർത്ഥങ്കരൻ്റെ പേരാണ് വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വർദ്ധമാന മഹാവീരനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് വൈശാലിയിലായിരുന്നു. മഹാവീരൻ എന്നും ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർവ്വാണം എന്ന് പറയുന്നത് പാറ്റ്നയ്ക്കടുത്ത് പാവ എന്ന സ്ഥലത്താണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. നിർവ്വാണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ജൈനമത ആശയങ്ങളായിട്ട് വരുന്നത്? പറയുന്നത് ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. അപ്പോൾ ലോകത്തിലെ ഒരു വസ്തുക്കളെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ജന്മവും പുനർജന്മവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ഇനി പറയുന്നത് മോക്ഷപ്രാപ്തിക്കായി മഹാവീരൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങളുണ്ട്. അപ്പോൾ ഒരാൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കണമെങ്കിൽ മഹാവീരൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങളുണ്ടായിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് ശരിയായ വിശ്വാസം, 2 ശരിയായ അറിവ്, 3 ശരിയായ പ്രവൃത്തി. ഈ 3 തത്വങ്ങളാണ് മോക്ഷപ്രാപ്തിക്കായി മഹാവീരൻ മുന്നോട്ട് വെച്ചത്. ഈ 3 ആശയങ്ങളെ അല്ലെങ്കിൽ ഈ 3 തത്വങ്ങളെ ത്രിരത്നങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ 3 ആശയങ്ങളും പ്രചരിപ്പിച്ചത്, പങ്കുവെച്ചത് പ്രാകൃത് ഭാഷയിലായിരുന്നു. ഓക്കെ, ഇനി പറയുന്നത് ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസിനികളും, അതായത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണം. അപ്പോൾ ജൈനമത പ്രകാരം ജൈനമതത്തിൽ ഉള്ള സന്യാസികളാണെങ്കിലും സന്യാസിമാരാണെങ്കിലും 5 വ്രതങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം. അതിൽ 1ാമത് പറയുന്നത് ഒന്നിനെയും കൊല്ലരുത്, 2 മോഷ്ടിക്കാൻ പാടില്ല, മോഷ്ടിക്കരുത്, 3 കള്ളം പറയരുത്, 4 ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുടുംബ ജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്നർത്ഥം. 5 സ്വത്ത് കൈവശം വെക്കാതിരിക്കുക. നാളെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വത്തുക്കൾ, പൈസ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. സ്വത്ത് കൈവശം വെക്കാൻ പാടില്ല എന്നർത്ഥം. പിൽക്കാലത്ത് ജൈനമതം 2ആയിട്ട് പിളർന്നിരുന്നു. 1 ശ്വേതംബരന്മാർ, 2 ദിഗംബരന്മാർ എന്നീ 2 വിഭാഗങ്ങളായിട്ട് ജൈനമതം പിളർന്നിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൈനമതത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പറയുന്നത് ബുദ്ധമതത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ജൈനമതത്തെക്കുറിച്ചായിരുന്നു. ഇനി പറയുന്നത് ബുദ്ധമതത്തെക്കുറിച്ചാണ്. ബുദ്ധമതത്തിൻ്റെ പ്രചാരകനായിരുന്നു ഗൗതമ ബുദ്ധൻ, അല്ലെങ്കിൽ ശ്രീബുദ്ധൻ എന്നും പറയാം.
ഗൗതമബുദ്ധൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ എന്നാണ്. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ് ഈ ശ്രീബുദ്ധൻ്റെ ജനനം എന്ന് പറയുന്നത്. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. ബോധോദയം നേടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ദൈവവിളി ഉണ്ടായി, പുതിയൊരു ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു ഉൾവിളി. ഇതിനെയാണ് ബോധോദയം എന്ന് പറയുക. അങ്ങനെ അവിടെ വെച്ച് ശ്രീബുദ്ധന് ബോധോദയമുണ്ടായി. സാരനാഥിയിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി. അതുപോലെ കുശിനാരയിലാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. നിർവ്വാണം നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് കുശിനാരയിലാണ്. പിന്നെ പറയുന്നത് ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു? പറയുന്നത് ജീവിതം ദുഃഖമയമാണ്, ആശയമാണ് ദുഃഖത്തിന് കാരണം. കാരണം ദുഃഖത്തിന് കാരണം എന്തായിരുന്നു? ആശയമാണ്. അതുകൊണ്ട് തന്നെ ആശയം നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതെയാകും. ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം. ഈ ആശയം നശിപ്പിക്കാൻ അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം, എങ്കിൽ മാത്രമേ ദുഃഖം ഇല്ലാതെയാവൂ. അഷ്ടാംഗമാർഗം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആശയങ്ങളെയാണ് അഷ്ടാംഗമാർഗം എന്നൊക്കെ പറയുന്നത്. ഇനി പറയുന്നത് സ്തൂപങ്ങൾ. എന്താണ് സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ? ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് സ്തൂപങ്ങൾ എന്ന് പറയുക. അതായത് ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കൾ ഇതൊക്കെ കുഴിച്ചിട്ട് അല്ലെങ്കിൽ അടക്കം ചെയ്ത സ്ഥലങ്ങൾ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, ഈ കെട്ടിടങ്ങളെയാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. ഈ കെട്ടിടങ്ങളൊക്കെ സ്തൂപങ്ങൾ എങ്ങനെയായിരിക്കണം? അർദ്ധവൃത്താകൃതിയിലായിരിക്കും സ്തൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് കുത്തുപണികൾ ഉണ്ടായിരിക്കും. സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലൊക്കെയുള്ള സ്തൂപങ്ങൾ പ്രശസ്തമായിട്ടുള്ള സ്തൂപങ്ങളാണ്. ഇനി പറയുന്നത് ബുദ്ധമത സംഘങ്ങൾ. എന്താണ് ബുദ്ധമത സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ? ബുദ്ധമത പ്രചാരണത്തിനുള്ള സന്യാസി കൂട്ടത്തെയാണ് ബുദ്ധമത സംഘങ്ങൾ എന്ന് പറയുന്നത്. ജാതി ലിംഗ വിവേചനം ഇല്ലായിരുന്നു, അതിൽ എല്ലാ ആളുകളും അതിൽ ഉണ്ടായിരുന്നു. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൽ ബുദ്ധമത സംഘത്തിലെ സ്ത്രീകൾ അറിയപ്പെട്ടിരുന്നത് ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ അറിയപ്പെട്ടിരുന്നത് ഭിക്ഷുക്കൾ എന്നുമായിരുന്നു. എങ്ങനെയാണ് ഇവർ തീരുമാനമെടുക്കുന്നത്? ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളിൽ ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും അങ്ങനെയാണ് സംഘങ്ങളിലൊക്കെ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. നമ്മൾ ശ്രീബുദ്ധൻ്റെ ഒരു കോട്ട് വായിക്കുക. നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നതുപോലെ ഒരാൾ ബുദ്ധസന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു. ശ്രീബുദ്ധൻ. അപ്പോൾ ശ്രീബുദ്ധൻ്റെ ഒരു വാക്കാണ്, ഒരാൾ ബുദ്ധസന്യാസിയിലെത്തിയാൽ അദ്ദേഹത്തിന് ജാതിയോ മതമോ പദവിയോ കുടുംബം ഒന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുമെന്നാണ് ശ്രീബുദ്ധൻ ഇവിടെ പറയുന്നത്. പിൽക്കാലത്ത് ബുദ്ധമതം രണ്ടായിട്ട് പിളർന്നു. നമ്മൾ ജൈനമതം രണ്ടായിട്ട് പിളർന്നിരുന്നു അല്ലേ? അതുപോലെ ബുദ്ധമതവും രണ്ടായിട്ട് പിളർന്നിരുന്നു. ഒന്ന് മഹായാനം, മറ്റൊന്ന് ഹീനയാനം എന്നിങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ടുണ്ടായിരുന്നു. ഈ മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് മഹാജനപദങ്ങളെ കുറിച്ചാണ്, അതായത് ആദ്യകാല രാഷ്ട്രങ്ങളെക്കുറിച്ച്. അതിനു മുമ്പ് ചെറിയൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഒരു കൃതിയിൽ, ബുദ്ധൻ രചിച്ച ഒരു കൃതിയിലുള്ള ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം. അത്തരത്തിൽ കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കാലത്തോളം, ഒന്നിച്ചു പ്രവർത്തിക്കുന്ന കാലത്തോളം, മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നിടത്തോളം, വജ്ജിയിലെ സ്ത്രീകൾ സ്വതന്ത്രരായി ജീവിക്കുന്ന കാലത്തോളം, ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം, വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നിടത്തോളം, അവർ ബഹുമാനിക്കപ്പെടുന്ന കാലത്തോളം വജ്ജി നിലനിൽക്കും. ഇത് വജ്ജി എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒരു രാഷ്ട്രം, അതായത് മഹാജനത്തിൽപ്പെട്ട ഒന്നാണ് വജ്ജി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്നത് അവിടെ ചർച്ചകൾ ചെയ്താണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്, ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു, പരസ്പര ബഹുമാനമുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അതുപോലെ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു, വ്യത്യസ്ത വിശ്വാസമുള്ളവരുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വജ്ജി എന്ന് പറയുന്ന ആദ്യകാല രാഷ്ട്രം, അതായത് മഹാജനപദത്തിൽപ്പെട്ട
രാഷ്ട്രമാണ് വജ്ജി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മഹാജനപദങ്ങളെക്കുറിച്ച് നോക്കാം. മഹാജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യകാല രാഷ്ട്രങ്ങളെയാണ് മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് മഹാജനപദങ്ങളിലേക്ക് എത്തുന്നത് നോക്കാം. വേദകാലഘട്ടത്തിലെ ഗോത്ര സമൂഹ വ്യവസ്ഥ നിലനിന്നിരുന്നു. അവ ജന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ജന എന്ന് പറഞ്ഞാൽ വേദകാലഘട്ടത്തിലെ ഗോത്ര സമൂഹ വ്യവസ്ഥയെയാണ് ജന എന്ന് പറയുന്നത്. അതിനുശേഷം കൃഷി വ്യാപകമായതോടെ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇതിനെ ജനപദങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യകാല ഗോത്ര സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് താമസിക്കില്ല, അവർ നാടോടികളെ പോലെ സ്ഥിരമായി താമസിക്കാതെ യാത്ര ചെയ്യുന്നവരായിരുന്നു. എന്നാൽ കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇതിനെയാണ് ജനപദങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് കച്ചവടവും നഗരങ്ങളൊക്കെ വളർന്നു. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായി നഗരങ്ങൾ മാറി. അതുപോലെ പഴയ ഗോത്ര ഭരണ വ്യവസ്ഥയ്ക്ക് ഗോത്രവ്യവസ്ഥകളൊക്കെ അപ്രത്യക്ഷമായി. കൃഷിയോടും മണ്ണിനോടും ശക്തമായ ബന്ധം വളർന്നു വന്നു. അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെട്ടു. ഇങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമായി തീർന്നത്. ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രങ്ങളെയാണ് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് മഹാജനപദത്തിലേക്ക് എത്തുന്നത്? ആദ്യം ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്, അത് ജന എന്നറിയപ്പെടുന്നു. പിന്നീട് കൃഷി വ്യാപകമായതോടെ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി, ഇതിന് ജനപദങ്ങൾ അറിയപ്പെടുന്നു. അതിനുശേഷം കച്ചവടവും നഗരങ്ങളും വളർന്നു. അതുപോലെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണങ്ങൾ ധാരാളമായി. അതുപോലെ പഴയ ഗോത്ര ഭരണവ്യവസ്ഥ ഒക്കെ ഇല്ലാതെയായിപ്പോയി. അതുപോലെ അവരവരുടെ പ്രദേശം എന്നൊരു വികാരം ഓരോരുത്തരുടെ ഉള്ളിലും രൂപപ്പെട്ടു. അങ്ങനെയാണ് രാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്നത്. അങ്ങനെ രൂപീകരിച്ച 16 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ 16 രാഷ്ട്രങ്ങളെയാണ് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പം മേൽ വിവരിച്ച മാറ്റങ്ങളെ ചരിത്രകാരന്മാർ രണ്ടാം നഗരവൽക്കരണം എന്നാണ് വിശേഷം. അപ്പം ഇത്ര പറയില്ല, ജന എന്ന് പറയുന്ന അവിടെ നിന്ന് മഹാജനപദങ്ങൾ എന്ന് പറയുന്ന ഒരിടത്തേക്കുള്ള മാറ്റങ്ങൾ, ഇതിനെയാണ് നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ആ 16 മഹാജനപദങ്ങൾ എന്ന് നമുക്ക് നോക്കി നോക്കാം. അംഗം, മഗധ, വജ്ജി എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട് കണ്ടത് അല്ലേ. ദെൻ കാശി, മല്ല, കോസലം, വത്സ, ചേതി, അശ്മകം, അവന്തി, മത്സ്യ, ശൂരസേന, പാഞ്ചാലം, കുരു, ഗാന്ധാരം, കമ്പോജം, ഇങ്ങനെ 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം എങ്ങനെയുള്ളതായിരുന്നു നോക്കാം. ഇക്കാലത്ത് കാര്യക്ഷമമായ നികുതി പിരിവും സ്ഥിര സൈന്യവും ഉണ്ടായിരുന്നു. ബലി, ബാഘ എന്നിവ നികുതിയെയാണ് അർത്ഥമാക്കുന്നത്. എന്തൊക്കെയാണ് അവർ നികുതിയായിട്ട് പിരിച്ചിരുന്നത് അല്ലെങ്കിൽ കൊടുത്തിരുന്നത്? ധാന്യങ്ങൾ, കന്നുകാലികൾ, ഇവയൊക്കെയാണ് നികുതിയായിട്ട് നൽകിയിരുന്നത്. അതുപോലെ ഭരണനിർവഹണത്തിനായിട്ട് ധാരാളം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതുപോലെ മഹാജനപദങ്ങൾക്ക്, അതായത് ഈ 16 മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി പറയുന്നത് മഗധയുടെ വളർച്ച. മഗധ എന്ന് പറയുന്നത് മഹാജനപദത്തിൽപ്പെട്ട ഒരു വലിയ ഒരു ജനപദമാണ്, മഹാജനപദമാണ് മഗധ എന്ന് പറയുന്നത്. 16 മഹാജനപദങ്ങളെ വായിച്ചപ്പോൾ നമ്മളതിൽ വായിച്ചിരുന്നു അല്ലേ, മഗധ. ഇനി മഗധയെക്കുറിച്ച് നോക്കാം. മഗധ എന്ന മഹാജനപദം ശക്തമാകാൻ കാരണമായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ പറഞ്ഞു 16 മഹാജനപദങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മഹാജനപദമായിരുന്നു മഗധ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അത് ശക്തമാകാനുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു പറയുന്നത്? നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമയുള്ള പ്രദേശമായിരുന്നു മഗധ എന്ന് പറയുന്നത്. അതുപോലെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ യുദ്ധങ്ങൾക്കുള്ള ആനകൾ വനങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. വന്യപ്രദേശങ്ങളായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധങ്ങൾക്കൊക്കെ അവർക്ക് നല്ല സഹായകമായിരുന്നു. ദെൻ ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തി. അപ്പോൾ നദികളിലൂടെയുള്ള ചരക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം അവർക്കുണ്ടായിരുന്നു. ദെൻ ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ മികവുറ്റ ഭരണാധികാരികളുണ്ടായിരുന്നു. അപ്പോൾ മഗധ ഭരിച്ചിരുന്നൊക്കെ വളരെ മികവുറ്റ ഭരണാധികാരികളായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മഗധ എന്ന് പറയുന്ന മഹാജനപദം ശക്തമായിട്ടുള്ള ഒരു മഹാജനപദമായിട്ട് മാറാനായിട്ട് കാരണം.
ഇനി മഗധയിലെ രാജവംശങ്ങളായിരുന്നു. മഗധ ഒരുപാട് രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഹര്യങ്ക രാജവംശം. അതിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയിട്ടുള്ള മികവുറ്റ ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ശിശുനാഗ രാജവംശം ഭരിച്ചിട്ടുണ്ട്. അതിലുള്ളൊരു ഭരണാധികാരിയായിരുന്നു ശിശുനാഗൻ എന്ന് പറയുന്നത്. അതിനുശേഷം നന്ദ രാജവംശം ഭരിച്ചിട്ടുണ്ട്. അതിലുള്ള ഭരണാധികാരിയായിരുന്നു മഹാപത്മനന്ദൻ എന്ന് പറയുന്നത്. ഇനി മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക് ഇനി പുതിയൊരു രാജവംശം അവിടെ ഭരിക്കാനായിട്ട് പോരാണ്, മൗര്യ രാജവംശം. അതെങ്ങനെയാണ്? മഗധയിൽ വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്നു. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു. നന്ദവംശത്തിലെ ഭരണാധികാരിയായ ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യരാജ്യം സ്ഥാപിച്ചു. അപ്പോൾ മഗധയിൽ ആരാണ് മൗര്യരാജ്യം സ്ഥാപിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവാണ് മൗര്യരാജ്യം സ്ഥാപിക്കുന്നത് BCE 321. മൗര്യരാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലിപുത്രമായിരുന്നു. ഇന്നത്തെ പാറ്റ്നയായിട്ടുള്ള പാടലിപുത്രമാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ മൗര്യ രാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന ചരിത്ര രേഖയാണ് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അർത്ഥശാസ്ത്രത്തിലൂടെയാണ് ഈ മൗര്യ രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അധികം ലഭിക്കുന്നത്. 1907 ശ്യാമശാസ്ത്രിയാണ് ഈ അർത്ഥശാസ്ത്രം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം രചിച്ചിട്ടുള്ളത് കൗടില്യനാണ്, എന്നാൽ അത് പിന്നീട് പ്രസിദ്ധീകരിച്ചത് ശ്യാമശാസ്ത്രിയാണ് 1907. ഈ അർത്ഥശാസ്ത്രത്തിൽ രാഷ്ട്രത്തിന് വേണ്ട 7 ഘടകങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനെ സപ്താംഗ സിദ്ധാന്തം എന്ന് പറയാം. 7 ഘടകങ്ങളാണ്, അതിനെ സപ്താംഗ സിദ്ധാന്തം എന്ന് പറയും. ഏതൊക്കെയാണ് ഈ 7 ഘടകങ്ങൾ എന്ന് പറയുന്നത്? സ്വാമി, അമാത്യർ, ജനപദം, ദുർഗം, കോശം, ദണ്ഡ, മിത്രം. സ്വാമി എന്ന് പറഞ്ഞാൽ രാജാവ്, അമാത്യർ എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ, ജനപദം ഭൂപ്രദേശവും ജനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതിനാണ് ജനപദം എന്ന് പറയാം. ദുർഗം എന്ന് പറഞ്ഞാൽ കോട്ട, കോശം ഖജനാവ്, ദണ്ഡ നീതിന്യായം, നമ്മൾ കോടതികളൊക്കെ, മിത്രം സൗഹൃദ രാജ്യങ്ങൾ, രാജ്യത്തിൻ്റെ അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൽ പെടുന്നത്. അപ്പോൾ ഈ 7 ഘടകങ്ങൾ ഒരു രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് ആര് പറയുന്നത്? കൗടില്യൻ ഈ അർത്ഥശാസ്ത്രത്തിലൂടെ പറയുന്നത്. ഇനി പറയുന്നത് അശോക ചക്രവർത്തിയെക്കുറിച്ചാണ്. അതായത് മൗര്യ രാജ്യത്തിലെ പ്രധാന ഒരു ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. കലിംഗ യുദ്ധത്തോടെ അശോക ചക്രവർത്തി യുദ്ധങ്ങൾ ഉപേക്ഷിച്ചു, അല്ലേ? യുദ്ധം എന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെ? മനുഷ്യരെ വളരെ ക്രൂരമായി കൊന്നുകളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കണം അദ്ദേഹത്തിന് മനസ്സലിഞ്ഞിട്ടായിരിക്കണം യുദ്ധങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചത്. എന്നിട്ട് തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി ഒരു ആശയം പ്രചരിപ്പിച്ചു. ഇതിന് അശോകധമ്മ അല്ലെങ്കിൽ അശോകധർമ്മ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അശോകധമ്മയിൽ പറയുന്നത് മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മറ്റൊന്ന് മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഇതാണ് അശോകധമ്മ അല്ലെങ്കിൽ അശോകധർമ്മ എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് പ്രചരിപ്പിച്ചത്? തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അശോക ചക്രവർത്തി ഈ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്. ഇനി മൗര്യഭരണത്തെക്കുറിച്ച് നോക്കാം. മൗര്യഭരണം എന്ന് പറയുന്നത് വിശാലമായ ഒരു രാജ്യമായിരുന്നു. അതുപോലെ രാജ്യത്തെ പ്രവിശ്യകളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണറായിരുന്നു പ്രവിശ്യകളെ നിയന്ത്രിച്ചത്. എന്നാൽ തലസ്ഥാനമായ പാടലിപുത്രം, മൗര്യഭരണത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലിപുത്രമാണ്. ഈ പാടലിപുത്രം നിയന്ത്രിച്ചിരുന്നത് ചക്രവർത്തി തന്നെയായിരുന്നു. അതുപോലെ മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് 5 വിഭാഗങ്ങൾ? ഒന്ന് കാലാൾപ്പട, രണ്ടാമത് കുതിരപ്പട, മൂന്നാമത്തെ തേര്, നാലാമത്തത് ഗജസേന, ആനകളൊക്കെ ഉള്ള സേന, 5 നാവികസേന, നമ്മൾ സമുദ്രം വഴിയുള്ള സേന. ഇനി പറയുന്നത് ഇവരുടെ കച്ചവടത്തിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് മുദ്രാങ്കിത നാണയങ്ങൾ എന്ന് പറയുന്നത്. ഇതായിരുന്നു അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? വെള്ളി, ചെമ്പ് തുടങ്ങിയവയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ കര, കടൽ, നദി എന്നിവയിലുള്ള വ്യാപാരം വ്യാപകമായിട്ടുണ്ടായിരുന്നു. ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹം തുടങ്ങിയവയായിരുന്നു പ്രധാന വ്യാപാരം എന്ന് പറയുന്നത്. അതുപോലെ സേത്ത്, സാത്തവാഹകൾ എന്നീ പദങ്ങളിലൊക്കെ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് നന്നായിട്ട് കച്ചവടത്തിൻ്റെ വളർച്ചയുണ്ടായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ.
സുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഒന്നിച്ച് നിന്നിരുന്നു. അവ നഗര രാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇനി ഗ്രീസിലുള്ള രാഷ്ട്ര രൂപീകരണമാണ് പറഞ്ഞത്, മറ്റൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ എന്താണ് നഗര രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്? പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഒന്നിച്ച് നിന്നിരുന്നതിനെയാണ് നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത്. കുന്നുകളും പർവ്വതങ്ങളും ഇവകളുടെ അതിർത്തികളായിരുന്നു. ഉയർന്ന കുന്നിൻ മുകളിലായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഏതൻസ് എന്ന് പറഞ്ഞാൽ നഗരരാഷ്ട്രങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം നഗരരാഷ്ട്രങ്ങളിൽപ്പെട്ട ഒരു നഗരരാഷ്ട്രമാണ് ഏതൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീസിലെ ഏതൻസിൽ ഭരണ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇതിൽ 30 വയസ്സുള്ളവരെ പൗരന്മാരായിട്ട് പരിഗണിക്കുകയും ചെയ്തിരുന്നു. പൗരന്മാരുടെ സമിതിയാണ് തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത്. വർഷത്തിൽ 4 തവണ അവർ യോഗം ചേർന്നിരുന്നു. അതുപോലെ സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായ വിദേശികൾ എന്നിവരെയും പൗരന്മാരായിട്ട് പരിഗണിച്ചിരുന്നു. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഭരണം, ഒരു ജനാധിപത്യ രൂപത്തിലുള്ള ഒരു ഭരണം എവിടെ നിന്നിരുന്നു? ഗ്രീസിൽ തുടങ്ങിയിട്ടുള്ള ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്.